രണ്ട് രാജാക്കന്മാർ അധ്യായം 14. ഇസ്രായേൽ രാജാവായ യെഹോവാഹാസിന്റെ മകനായ യോവാശിന്റെ 2-ാം ആണ്ടിൽ യഹൂദാ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. യെരൂശലേംകാരത്തിയായ അവന്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നു പേർ. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദ് എന്ന പോലെ അല്ല താനും. തൻ്റെ അപ്പനായ യോവാശ് ചെയ്തതുപോലെയൊക്കെയും അവൻ ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. രാജത്വം അവന് സ്ഥിരമായപ്പോൾ തൻ്റെ അപ്പനായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു. എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് യഹോവ കൽപ്പിച്ചതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് അവൻ ആ കൊലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു. അവൻ ഉപ്പു താഴ്വരയിൽ വച്ച് എദോമ്യരിൽ 10,000 പേരെ കൊന്നു. സേലയെ യുദ്ധം ചെയ്ത് പിടിച്ച് അതിന് യൊക്തെയേൽ എന്ന് പേർ വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. ആ കാലത്ത് അമസ്യാവ് യേഹൂവിൻ്റെ മകനായ യഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് എന്ന ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. വരിക, നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യഹോവാഷ് യഹൂദാ രാജാവായ അമസ്യാവിന് മറുപടി പറഞ്ഞയച്ചത്: ലെബാനോനിലെ മുൾപടർപ്പ് ലെബാനോനിലെ ദേവദാരുവോട് നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്നാളയച്ചു പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു പോകയിൽ മുൾപടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. എദോമ്യരെ തോൽപ്പിച്ചതുകൊണ്ട് നീ നിഗളിച്ചിരിക്കുന്നു. പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ ഇരുന്നു കൊള്ളുക. നീയും നിന്നോടുകൂടെ യഹൂദായും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. ആകയാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് പുറപ്പെട്ടു ചെന്ന് യഹൂദായ്ക്കുള്ള ബേത്ത്ശേമെശിൽ വച്ച് അവനും യഹൂദാ രാജാവായ അമസ്യാവും തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. അഹസ്യാവിൻ്റെ മകനായ യഹോവാഷിൻ്റെ മകൻ അമസ്യാവ് എന്ന യഹൂദാ രാജാവിനെ ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബേത്ത്ശേമെശിൽ വച്ച് പിടിച്ചിട്ട് യെരൂശലേമിലേക്ക് വന്നു. യെരൂശലേമിൻ്റെ മതിൽ എഫ്രയീം പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട പൊന്നും വെള്ളിയും ഒക്കെയും സകല ഉപകരണങ്ങളും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ചുകൊണ്ട് ശമര്യയിലേക്ക് മടങ്ങിപ്പോയി. യഹോവാഷ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവൻ യഹൂദാ രാജാവായ അമസ്യാവോട് യുദ്ധം ചെയ്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. പിന്നെ യഹോവാഷ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമര്യയിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യൊരോബെയാം അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ മകനായ യഹോവാഷിൻ്റെ മരണശേഷം യഹൂദാ രാജാവായ യോവാഷിൻ്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. അമസ്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദാ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെരൂശലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ അവൻ്റെ പിന്നാലെ ലാഖീഷിലേക്ക് ആളയച്ച് അവിടെ വച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് വച്ച് കൊണ്ടുവന്ന് യെരൂശലേമിൽ ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള അസര്യാവെ കൊണ്ടുവന്ന് അവൻ്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതതും അതിനെ യഹൂദായ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. യഹൂദ രാജാവായ യോവാഷിൻ്റെ മകൻ അമസ്യാവിൻ്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാഷിൻ്റെ മകൻ യൊരോബെയാം രാജാവായി. ശമര്യയിൽ 41 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച
നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഗത്ത് ഹേഫർക്കാരനായ അമിത്ഥായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇസ്രായേലിന്റെ കഷ്ടത എത്രയും കഠിനം, സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല, ഇസ്രായേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രായേലിന്റെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് മായിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യാതെ യോവാശിന്റെ മകനായ യൊരോബെയാം മുഖാന്തരം അവരെ രക്ഷിച്ചു. യൊരോബെയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്തതും യഹൂദായ്ക്കുണ്ടായിരുന്ന ദമ്മേശെക്കും ഹമാത്തും ഇസ്രായേലിന് വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യൊരോബെയാം ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ സെഖര്യാവ് അവന് പകരം രാജാവായി.